الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ, എല്ലാവരുടെയും പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ ജീവിതം ഈ ഭൗതിക ലോകത്തെ സംവിധാനിച്ചത് ഈ ദുനിയാവിന്റെ ആർഭാടങ്ങളും ഈ ഭൗതികതയിലെ മനോഹാരിതകളും കണ്ടാസ്വദിക്കാനും അതിൽ മതിമയങ്ങി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ദുനിയാവിലെ സുഖങ്ങളും ആസ്വാദനങ്ങളും നമുക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചുറ്റുവട്ടത്തിൽ നിയമപരിധിക്കുള്ളിൽ ആവോളം ആസ്വദിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നതോടുകൂടെ തന്നെ എന്ന പ്രസക്തമായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഹൃദയാന്തരത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം സംവിധാനിച്ചത് പരലോകത്തേക്കുള്ള കൃഷിയിടമായിട്ടാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും ഓരോ ദിവസത്തിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ വേണം. ഏത് സമയവും ഏത് നിമിഷവും നമ്മുടെ അവസാനത്തെ ശ്വാസവും വലിച്ചറപ്പിലേക്ക് അല്ലാഹുവിലേക്ക് പോകേണ്ട നമ്മൾ പോകുന്ന സമയം പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്ന രീതിയിലാവാൻ ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട പരലോക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളുമായി സംവദിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: മൻ സമിഅൽ മുനാദിയ ഫലം യംനഉ മിൻ ഇത്തിബാഇഹി ഹുദുറുൻ ലം യതഖബ്ബൽ മിൻഹു സ്വലാത്തു അല്ലതി സ്വല്ല. ഒരാൾ പള്ളിയിലേക്കുള്ള വിളി ബാങ്ക് കേൾക്കുകയും അതിനുത്തരം ചെയ്യാൻ പ്രത്യേകമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ചു തരുന്ന കാരണങ്ങൾ, ഉദ്റുകൾ, പ്രതിസന്ധികൾ അതില്ലാതെ പരിശുദ്ധമായ ജമാഅത്തിലേക്ക് പങ്കെടുക്കാതിരിക്കുകയും ചെയ്താൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലം തുഖ്ബൽ മിൻഹു സ്വലാത്തു അല്ലതി സ്വല്ല, അവൻ നിസ്കരിച്ച ആ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ്. അതീവ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അവിടുത്തെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. ഈ ഹദീസിനെ വിശദീകരിച്ച മഹാരഥന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് അവന്റെ നിസ്കാരം അവൻ നിർവഹിച്ചു എന്ന് അള്ളാഹുവിലേക്ക് രേഖപ്പെടുത്തുമ്പോഴും നിസ്കാരത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന പരിപൂർണമായ പ്രതിഫലം ഒരു നിലക്കും അവന് കിട്ടുകയില്ല എന്ന്. അത്രയും ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നാം ഓർമ്മപ്പെടുത്തുന്നത്. ഈ നടക്കാവ് പള്ളിയുടെ പരിസരത്തുള്ള ആളുകളോട് മാത്രമല്ല, ഇതിന്റെ പരിസരത്തുള്ള ആളുകളോട് പ്രത്യേകിച്ചും എന്റെ ശബ്ദം കേൾക്കുന്ന യാത്രക്കാരായാലും നാട്ടുകാരായാലും നമ്മുടെ പരിസരത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം അതിന് ഉത്തരം ചെയ്യാൻ, പള്ളിയിൽ നിന്ന് ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രതിസന്ധികളോ തടസ്സങ്ങളോ ഉത്തരകളോ ഇല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അലസന്മാരായി അല്ലെങ്കിൽ പുറത്തു പോകാൻ ചെറിയൊരു മഴയോ നമുക്ക് പ്രതിസന്ധിയായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് പടച്ചറപ്പിന്റെ സമീപത്ത് വേണ്ടത്ര സ്വീകാര്യമില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിന്റെ ഗൗരവം ഒരിക്കൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയും വിവേകവും ആലോചന കഴിവും ചിന്താശേഷിയുമുള്ള നിങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് വെച്ചു തരുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ, ചെറിയ മഴയോ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ പോലും ഈ പറയുന്ന സംഭവം നമ്മുടെ ഹൃദയാന്തരത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രബലമായ അഭിപ്രായ പ്രകാരം രണ്ട് കണ്ണിനും കാഴ്ചയില്ല മഹാനായ ഒരു സ്വഹാബി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്: യാ റസൂലല്ലാഹ് ലൈന്നഹു ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തങ്ങളെ എന്നെ കൈപിടിച്ചു കൊണ്ടുവരാൻ, ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്റെ കൈപിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് സഹായിന്റെ മുൻപിൽ നോമ്പുകളും വ്യാപകമായ ഒരു സാഹചര്യത്തിലാണ്, അതിപ്രതിസന്ധി നല്ലൊരു സാഹചര്യം, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സമയം, തന്റെ കയ്യനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ പള്ളിയിലേക്ക് ഒരു സഹായമില്ലാത്ത സാഹചര്യം. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ, ഒരു ചെറിയ വിട്ടുവീഴ്ച എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യം സമ്മതം കൊടുത്തു. സന്തോഷത്തോടുകൂടെ
വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പിന്തിരിഞ്ഞ സ്വഹാബിയോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് ബാങ്കുകൾ കാണുമോ? ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരിക്കലും അവിടുത്തെ സന്തുഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അർശിന്റെ മുകളിൽ നിന്ന് അല്ലാഹു തആല തട്ടിപ്പേടിച്ചതാണ്. ഒന്നും നബി തങ്ങൾ സന്തുഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അത് കൃത്യമായ അല്ലാഹുവിൽ നിന്നുള്ള ബോധനം, ദിവ്യ സന്ദേശം നൽകപ്പെട്ടിട്ടല്ല. അതൊന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉച്ചരിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ആ വാക്കിനെ അടിവരയിടുമ്പോൾ അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞ സമയത്ത് മഹാനായ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി അജീബ്. ചിന്തിക്കണം. പൂർണ്ണമായ ആരോഗ്യവാന്മാരാണ് നമ്മൾ. നമുക്ക് 1ഉം 2ഉം വാഹനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. 4 ചക്രമുള്ള വാഹനമുണ്ട്, 2 ചക്രമുള്ള വാഹനമുണ്ട്. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് ജമാഅത്തിലേക്ക് പങ്കെടുക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നുവെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ ഹൃദയാന്തരത്തിൽ വലിയ മാറ്റമുണ്ടാക്കണം. 2 കണ്ണിനും കാഴ്ചയില്ല, പ്രതിസന്ധി സാഹചര്യം കൈപിടിച്ചു കൊണ്ടുവരാനുള്ള സഹായില്ല. എന്തുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യവാനല്ലേ പ്രിയപ്പെട്ടവർ, അല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് ആക്രമിച്ച ആളുകൾക്ക് ശിക്ഷ ഇറക്കാൻ വേണ്ടി വന്ന മലക്ക് അല്ലാഹുവിന്റെ സമ്മതപ്രകാരം ത്വായിഫിന്റെ മണൽ പരപ്പിലേക്ക് അതിന്റെ മലകളെ മുഴുവൻ ഇട്ടുകൊണ്ട് ത്വായിഫുകാരെ നശിപ്പിക്കാൻ അല്ലാഹു സമ്മതം കൊടുത്ത സമയത്തും എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ആ സമുദായത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി, ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്ത അതേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ഒരു എക്സ്ക്യൂസും കൊടുക്കാതെ, ഒരു വിട്ടുവീഴ്ചയും കൊടുക്കാതെ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് ശാഠ്യം പിടിച്ചെങ്കിൽ അത് നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഈ വിഷയം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഹൃദയാന്തരത്തിലേക്ക് ചേർത്ത് വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഖദ് ഹമംതു അൻ ആമുറ ഫിദ്യതി ഫയജഅലു ഹുസമ മിൻ ഹതബ. അല്ലാത്ത ഗൗരവത്തിലാണ് പറയുന്നത്. ഞാൻ കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് കുറച്ച് വറക് ശേഖരിച്ചിട്ട് ഈ പള്ളിയിൽ ഇമാമത്തിനൊരാളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എന്നിട്ട് സുമ്മ ആതി ഖൗമൻ യുസല്ലൂന ഫീ ബുയൂതിഹിം. കാരണം ഒഴിവാക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. യുസല്ലൂന ഫീ ബുയൂതിഹിം, അവർ അവരുടെ വീടുകളിൽ നിസ്കരിക്കുന്ന ആളുകളുടെ വീട്ടിൽ അവർ വീട്ടിലുണ്ടായിരിക്കും അലൈഹി, അവർ ആ വീട്ടിലുണ്ടായിരിക്കെ തന്നെ അവരെ വീട് കത്തിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ആ വീടുകളിൽ പാവപ്പെട്ട കുട്ടികളും വീട്ടിൽ സ്ത്രീകളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീരുമാനിച്ച കാര്യം നടപ്പാക്കുമായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നിസ്കാരോപേക്ഷകളെ കുറിച്ചല്ല പരിശുദ്ധ പ്രവാചകർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ പറഞ്ഞു, ആ വാക്കിന്റെ അർത്ഥം വെച്ചോ നിങ്ങൾ. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾ, ജമാഅത്തിൽ പങ്കെടുക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ, അവർ ഉണ്ടായിരിക്കും, അവരെ വീട് കത്തിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ വീട്ടിൽ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത സ്ത്രീകളും പാവപ്പെട്ട കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് നടപ്പാക്കുമായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഗൗരവം നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ നല്ലതാണ്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യസാലു ഖൗമൻ, ചിന്തിക്കണം, ലാ യസാലു ഖൗമൻ യതഅഖറൂന അനി സഫിൽ അവൽ ഹത്താ യുഅഖിറഹുല്ലാഹു ഫിന്നാർ. ഒന്നാമത്തെ സഫിലേക്ക് വരാൻ മടി കാണിക്കുന്നവർ, മുമ്പിൽ സ്ഥലമുണ്ടായിട്ടും പിന്നിൽ ഇരുന്ന് ആശ്വാസം കൊള്ളുന്നവർ. ഇത് മഹാന്മാർ ഇതിനെ വിശദീകരിച്ചത് 2 കാര്യം പറയുന്നുണ്ട്. ജമാഅത്തിലേക്ക് പങ്കെടുക്കാതെ വീട്ടിൽ നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് ഒന്നുണ്ട്, അതല്ല പള്ളിയിലേക്ക് വന്നിട്ടും പിന്നിലിരുന്ന് സുഖം കൊള്ളുന്നവരെ കുറിച്ചാണ്. രണ്ടായാലും ഒന്നാം പറയുന്നത് ആ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ, സൗകര്യമുണ്ടായിട്ടും നമ്മൾ പള്ളിയിലേക്ക് വരാതിരുന്നാൽ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ പരിഹരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ, അത് നമ്മൾ പതിവ് തരം നരകത്തിൽ തന്നെ അവരെ കുറച്ചുകൂടി കാലം താമസിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെയൊക്കെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട നടക്കാവുന്ന നാട്ടുകാരോട് മാത്രമല്ല, അവരോട് പ്രത്യേകിച്ച്, കാരണം അതെന്റെ ബാധ്യതയാണ്. അതോടുകൂടെ ശബ്ദം കേൾക്കുന്ന എല്ലാ വിശ്വാസികളോടും നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മോട് ആരോ പറഞ്ഞ പരിശുദ്ധ സുന്നത്തല്ലേ,
നമ്മൾ അതിന്റെ നിസ്സാരപ്പെട്ട സുന്നത്തല്ല, സുന്നത്താണെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തി മഹാനായ ശാഫി ഇമാമിന്റെ മദ്ഹബിൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന മദ്ഹബിൽ അത് ഫർദ് കിഫയാണ്. ഒരു നാട്ടിൽ ഒരു പള്ളി, ആ പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ പരിസരത്തുള്ള ആളുകൾ അതിൽ പങ്കെടുക്കാതിരുന്നാൽ, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ട ആ നാട്ടിലെ ആ പള്ളിയുടെ പരിസരത്തുള്ള മുഴുവൻ ആളുകളും അതിന്റെ മേൽ ശിക്ഷിക്കപ്പെടുമെന്ന് മഹാനും രേഖപ്പെടുത്തുന്നത്. സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, ഹദീസാണ്. മറ്റു പല പണ്ഡിതന്മാർ ഇത് വാജിബാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ വല്ലാതെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരു ഹദീസ് കൂടി ഞാൻ ശ്രദ്ധിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് അനവസ്ഥതാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അള്ളാഹു റസൂൽ വലിയ ഗൗരവത്തിലാണ് പറയുന്നത്. ലയന്തഹിയല്ല, എന്തായാലും നിർത്തിക്കോണം, അവസാനിപ്പിച്ചോണം. അഖ്വാമുൻ ചില ആളുകൾ പള്ളിയിലെ ജമാഅത്തുകൾ പങ്കെടുക്കാതെ അതിൽ നിന്ന് ഒഴികഴികൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ അവരാ പണി നിർത്തിക്കോണം. അങ്ങനെയാണ് അതിന്റെ പ്രയോജനം. ലയന്തഹിയല്ല, പണി നിർത്തിക്കോണം. അല്ല എങ്കിൽ അല്ലാഹു റസൂൽ വളരെ ഗൗരവത്തോട് പറയുന്നത്, അല്ല എങ്കിൽ നമ്മൾ പതിവാക്കിയാൽ അവസരങ്ങൾ ഉണ്ടായിട്ടും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞോ, അതല്ലെങ്കിൽ അലസതയോ, ചെറിയ മടിയോ, ചെറിയ ഉറപ്പൊക്കെ. ചില ആളോട് ഞാൻ സംസാരിച്ച് പറഞ്ഞത് 10-11 മണിയാവും ഉറങ്ങാനും. അലർമാർ വിദേശമാണുള്ളത്, നമ്മളൊക്കെ നടന്നില്ലേ 11-11 ആവില്ല ഉറങ്ങാൻ. പക്ഷെ അതൊന്നും ന്യായമായിട്ട്, അതൊന്നും നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് സംഭവിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറയുന്നത്, ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ജമാഅത്തെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് പങ്കെടുക്കാത്ത ശീലം നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയഹ്സിമന്ന അലാ ഖുലൂബിഹിം, ഹൃദയത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കുമെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല സീൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൃദയത്തിലെങ്ങാനും അല്ലാഹു തആല സീൽ വെച്ച് കഴിഞ്ഞാൽ, അത് ഖത്മ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നന്മകൾ പ്രവേശിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര അതീവ ഗൗരവമായ വിഷയമാണ് നമ്മൾ ഇത്ര അലസമായി നിസ്സാരമായി കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നമുക്ക് നൽകാൻ സാധിക്കട്ടെ. ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഒരു നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടായിട്ട് ഓരോരുത്തരാണ് വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ. നമ്മൾ ചിന്തിച്ചോ, നിങ്ങൾ എവിടെയാണ് പള്ളി മനോഹരമില്ല, എവിടെയും മനോഹരമായ പള്ളികളാണ്. ഒരു സ്വപ്പിൽ തന്നെ 30-40-50 ആൾ നമസ്കരിക്കാൻ പറ്റുന്നു. പക്ഷെ ഒരു സ്വപ്പ് പോലും പൂർത്തിയാക്കാൻ സുബഹിക്ക് പോലും അവസരമില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഏത് ന്യായങ്ങളും ജോലി തിരക്കോട് പറഞ്ഞാലും എല്ലാവരും സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് വീട്ടിലില്ലേ? പക്ഷെ നമ്മൾ ന്യായങ്ങൾ പറഞ്ഞ്, ചില എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ അതിനെ നിസ്സാരപ്പെടുത്തുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുമോ, നമ്മുടെ ഹൃദയാന്തരത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ചിന്തയും അതിന്റെ എല്ലാ സംവിധാനങ്ങളും, ഹൃദയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും പിശാച് ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ. ഒരു നാട്ടിൽ കുറച്ച് ആളുകളുണ്ടായിട്ട് അവർ ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ഇസ്തഹ്വദ, ഇസ്തഹ്വദ അലൈഹിം അലാ ഖുലൂബിഹിം ശൈത്താൻ, അവരുടെ മേൽ, അവരുടെ ഹൃദയത്തിന്റെ മേൽ പിശാച് ആധിപത്യം സ്ഥാപിക്കുമെന്ന്. ഇതിനെ വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, ഒരാൾ ഈ വിഷയം, ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു തരം സഹാബിനെ ഒരു തരം നിസാരപ്പെടുത്തിക്കൊണ്ട് അതിനൊന്നും അത്ര പരിഗണിക്കാതിരുന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ഉത്തരവാദിത്വം പിശാച് ഏറ്റെടുക്കുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാർ പറയും. എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള തെറ്റുകളൊന്നും നമുക്ക് നിസാരമായി തോന്നും. തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നത്ര പ്രശ്നമില്ലാത്ത വിധം പൈശാചികമായ ഒരു നിയന്ത്രണം നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും എത്തിച്ചേരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. നമുക്ക് അല്ലാഹുവിനും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരോട് പറഞ്ഞത് ഒറ്റ വാക്ക് കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ആരോടാണ്? നിസ്കാരങ്ങളാക്കുന്നവരല്ല, നിസ്കരിക്കാത്തവരോടല്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവർ. പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും വീട്ടിൽ നിന്ന് സുഖ സൗകര്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലം അന്നകും സ്വല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി അലൽ മുതസല്ലി. ആ കാലത്ത് ചില ആളുകൾ പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ നിസ്കരിച്ച സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു റസൂൽ അവരെ മുൻനിർത്തി പറയുന്നുണ്ട്, ലതറക്തും സുന്നത നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഹബീബിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി